യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മിനിമം ഒരു 10 സ്ഥലത്തെങ്കിലും 10 സമയത്തെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തെ മഹത്വപ്പെടുത്തി സംസാരിക്കാൻ ഇടവരട്ടെ. 10 സ്ഥലത്ത് ദൈവം എന്നെ അനുഗ്രഹിച്ചതാ, ദൈവം എന്നെ സഹായിച്ചു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. 10 സ്ഥലത്തെങ്കിലും ഇന്ന് പകൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ. അത് സ്വർഗം സന്തോഷിക്കാൻ ഇടവരും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്നിടത്തൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി പറയണം. അതൊരു സാക്ഷ്യമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. സന്തോഷം പങ്കിട്ടാൽ അത് ഇരട്ടിയാകും, സങ്കടം പങ്കിട്ടാൽ അത് നേരെ പകുതിയുമാകും. നമ്മളെല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അനേകരുടെ സങ്കടങ്ങൾ പങ്കിടാനാണ്. സങ്കടങ്ങൾ പങ്കിടുന്ന സ്ഥലമാണിത്. ഒരു കൊട്ട സങ്കടമായിട്ട് വരും, അത് പകുതിയാക്കി ഒരു വലിയൊരു ആശ്വാസം അനുഭവിച്ച അനേകം മനുഷ്യർ ഈ സ്ഥലത്ത് വന്ന് പോകുന്നത്. സന്തോഷം അത് പങ്കിട്ടാൽ ഇരട്ടിയായി ആ സന്തോഷമാവും. സങ്കടം പങ്കിട്ടാലോ അത് നേരെ പകുതിയാകും എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. നിങ്ങളെല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലേക്ക് നന്മ വരാൻ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. സംഭവിക്കും. ഇന്ന് വചനം കേൾക്കുന്നവരെ, വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 20 മുതലുള്ള വാക്യം. ഉൽപ്പത്തി പുസ്തകം 25-20. ശ്രദ്ധിച്ചിത് കേൾക്കണം. പ്രാർത്ഥന അനുഗ്രഹമാകുന്നത് മനസ്സിലാകാൻ പറ്റും. ഉൽപ്പത്തി 25-20. ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ അവൻ റബ്ബേക്കായെ ഭാര്യയായി സ്വീകരിച്ചു. 40 വയസ്സ് ഉള്ളപ്പോൾ അവൾ പാദാൻ ആരാമിലുള്ള ബെത്തുവേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു. അവർ അരമായരായിരുന്നു. 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളിൽ നോക്കിയേ. 21-ാമത്തെ വാക്യം. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയെ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, വിധിച്ചു, ഭാഗ്യമില്ലാത്തവളെന്ന് പറഞ്ഞു, മനസ്സ് വേദനിപ്പിച്ചു, കുറ്റപ്പെടുത്തി, തളർത്തി, കുറ്റപ്പെടുത്തി. ഇതൊന്നുമല്ല എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. ഇസഹാക്ക് തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ഭർത്താവ്, കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബ്ബേക്ക ഗർഭിണിയാവുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥന അതൊരനുഗ്രഹമാണ്. പ്രാർത്ഥന ദൈവത്തിൽ നിന്നൊരു ഉത്തരം കിട്ടാൻ കാരണമാകും. നിങ്ങളും ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം താമസിക്കേണ്ടി വന്നാലും, അല്പം ഭാരം അനുഭവപ്പെട്ടാലും, ഓർത്തേ, ശ്രദ്ധിച്ചോ, അതിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. എഴുതിയിട്ടുണ്ട്, റബ്ബേക്ക ഗർഭിണിയായി അവൻ്റെ പ്രാർത്ഥന കേട്ട് അതിന് മറുപടി വന്നുവെന്ന്. 22 ലഭിച്ചപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളെയാണ് ലഭിച്ചത്. 22 അവളുടെ ഉദരത്തിൽ കിടന്ന്
കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്കെന്തു സംഭവിക്കും? എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റുമോ? എൻ്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ല് പിടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണോ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ അനുവദിച്ചത്? ഒരു ദോഷവും വരികയില്ലത്. അതൊരിക്കലും നിങ്ങൾക്ക് തിന്മയായി വരത്തില്ല. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്നതാ. ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ജീവിതത്തിൽ വന്നതാണല്ലോ, എന്നിട്ടും എന്താ ഈ വിഷയം ഇങ്ങനെ, എന്നിട്ടും എന്താ എനിക്കിങ്ങനെ സംഭവിച്ചത്? കുഞ്ഞു പ്രതിസന്ധികളൊക്കെ ഫീൽ ചെയ്താലും അത് നിൻ്റെ ജീവിതത്തെ തകർക്കുകയോ തോൽപ്പിക്കുകയോ ഇല്ല. വിശ്വസിക്കണം, അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം എനിക്ക് തന്നതാണ്. ഇവിടെ ജീവിത പങ്കാളി ഒരു അനുഗ്രഹമായി മാറുന്നത് കണ്ടോ? ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന ഒരു വീടിൻ്റെ അനുഗ്രഹമായി വരുന്നത് കണ്ടോ? നമ്മുടെ ജീവിതത്തിലും ഓരോരുത്തർക്കും ഇതൊരു പാഠമാണ്. പരസ്പരം പ്രാർത്ഥിക്കണം. ഇനി അടുത്തൊരു പ്രാർത്ഥനയാണ്. അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. അവൾ പ്രാർത്ഥിക്കുക, എൻ്റെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ മല്ലിടുകയാണ്, എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റുമോ? ഉടനെ അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മനസ്സറിയാൻ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം ശരിയാകണം, ഈ കാര്യം ഇപ്പം ശരിയാകണം, അതുമാത്രം പോരാ. ദൈവത്തിൻ്റെ ഹിതം, ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. 23-ാമത്തെ വാക്യം, കർത്താവ് അവളോട് അരുളി ചെയ്തു, 2 വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ 2 ജനതകളായി പിരിയും, ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വന്നത് 2 വംശങ്ങളായ മാറിയത്. 2 വംശങ്ങളായി മാറി, ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും. ദൈവത്തിൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥന ഒരനുഗ്രഹമാണ്. പ്രാർത്ഥന ഒരു ഉത്തരമായി വരും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടി തരാൻ കാരണമാകട്ടെ. ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയും കേൾക്കും. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നല്ല ആശീർവാദം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ യാത്രയിൽ, തീരുമാനത്തിൽ, ഇടപാടുകളിൽ ഉണ്ടാകട്ടെ. കർത്താവെ, എവിടെയും ചതിയിൽപ്പെടാനോ വഞ്ചനയിൽ ചെന്ന് ചാടാനോ ഇടയാകല്ല്. എവിടെയും വീഴാനിടയാകല്ല്. ഒരു ദോഷവും വരരുത്. വചനം കേൾക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. സഭാവ്യത്യാസമില്ലാതെ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. മറ്റു മതത്തിലുള്ളവർ ഈ വചനം കേൾക്കുന്നവരുണ്ടാവും. നിങ്ങളും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമ്പത്തും ദൈവം തരട്ടെ. ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കുന്നത് ഒരു അനുഗ്രഹമായി മാറും. അവർക്ക് മാത്രമല്ല, നമുക്കും. നാളെയും 5:30 മറക്കരുത്. 5:30 തന്നെ ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.